ഹൈസ്കൂൾ ക്ലാസ്സുകളിലെ കൂട്ടുകാർക്ക് ഹിന്ദി A+ ടിപ്സിലേക്ക് വീണ്ടും സ്വാഗതം. 8ൻ്റെയും 9ൻ്റെയും 10ൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ ടേമിലും സ്ഥിരമായിട്ട് വരുന്ന ഒരു ചോദ്യമുണ്ട്. രാമു ഡാഷ് ഘർ ബഡാ ഹെ, റാണി ഡാഷ് ബഹൻ നേഴ്സ് ഹെ. ഇതിന് ബ്രാക്കറ്റിൽ കാ കെ കി എന്ന് 3 ചേട്ടന്മാരെ തന്നിരിക്കും. നമ്മൾ അന്നേരത്തെ ഒരു സൗകര്യം പോലെ അപ്പോഴത്തെ ഒരു മൂഡനുസരിച്ച് രാമു കാ ഘർ ബഡാഹെ എന്നും രാമു കെ ഘർ ബഡാഹെ എന്നും രാമു കീ ഘർ ബഡാഹെ എന്നൊക്കെ എടുത്തുകൊണ്ട് ഫിറ്റ് ചെയ്യും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അങ്ങനെ കൈകാര്യം ചെയ്യാനുള്ള ഒന്നല്ല കാ കെ കി. കാ കെ കി കോ മേം പർ സേ നേ. ഈ 8 പേരാണ് വാസ്തവത്തിൽ ഹിന്ദിയിൽ വാക്യങ്ങൾ ഉണ്ടാക്കാൻ നമ്മളെ സഹായിക്കുന്നത്. സെൻറ്റൻസ് മേക്കിംഗ് ഇൻ ഹിന്ദി. ഹിന്ദിയിൽ വാക്യരചന നടക്കണമെങ്കിൽ 8 കാര്യങ്ങൾ നമുക്ക് ഹൃദിസ്ഥമായിരിക്കണം. അവയെ കാരകചിഹ്നങ്ങളെന്നും വിഭക്തി പ്രത്യയങ്ങളെന്നും ഒക്കെ ഗ്രാമറിൻ്റെ ഭാഷയിൽ പറയും. ഗ്രാമറിനെയൊക്കെ നമുക്ക് അതിനെ വഴിക്ക് വിടാം. കാക്കെ കീക്കോ മേമ്പർ സേനെ കാരക ചിഹ്നം 8 എണ്ണം. അതിൽ ഇന്ന് നമ്മൾ പറയുന്നത് കാ കെ കീയെ കുറിച്ച് മാത്രമാണ്. കാ കെ കി. ഇൻ്റെ ഉടേ എന്ന് ഹിന്ദിയിൽ എവിടെ ചേർക്കേണ്ടി വന്നാലും അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന കാരക ചിഹ്നങ്ങളാണ് കാ കെ കി. ഇൻ്റെ ഉടേ എന്ന് വെച്ചാൽ എന്താണ്? രാമൻ്റെ വീട്, രാം കാ ഘർ. സീതയുടെ ഭർത്താവ്, സീതാ കാ പതി. രാമൻ്റെ കാറ്, രാം കാ കാർ. ലക്ഷ്മണൻ്റെ സഹോദരൻ, ലക്ഷ്മൺ കാ ഭായി. ഇങ്ങനെ ഇൻ്റെ ഉടേ മലയാളത്തിലെ ബന്ധം സൂചിപ്പിക്കുന്ന പ്രയോഗമായ ഇൻ്റെ ഉടേ എന്ന് ഹിന്ദിയിൽ എപ്പോൾ എവിടെ കിട്ടണമെങ്കിലും കാ കെ കി ചേർക്കണം. കാരകചിഹ്നങ്ങൾ എന്നിവയ്ക്ക് വ്യാകരണത്തിൽ പറയും. അതൊക്കെ വലിയ കാര്യങ്ങൾ നമുക്ക് തുടർന്ന് പഠിക്കാം. ഇപ്പം നമുക്ക് നല്ല ഹിന്ദി കൈകാര്യം ചെയ്യാനും ഈ കറക്റ്റായ ഹിന്ദി പരമാവധി ഉപയോഗിക്കാനുമുള്ള പരിശീലനമാണ് വേണ്ടത്. അപ്പോൾ കാക്കേക്ക് ചേർത്ത് സെൻറ്റൻസ് പൂർത്തിയാക്കുവാനുള്ള 2 മാർക്കിൻ്റെ ചോദ്യം പരീക്ഷയ്ക്കുണ്ട് എന്നുള്ളത് പതിവാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് കൃത്യമായി ഹിന്ദിയിൽ ഇൻ്റെ ഉടേ ചേർത്ത് അർത്ഥപൂർണമായ വാക്യങ്ങൾ ഉണ്ടാക്കാനുള്ള എളുപ്പ വഴിയാണ് നമ്മളിന്ന് കേൾക്കുന്നത്. ഇംഗ്ലീഷിലെ ഓഫ്, സൺ ഓഫ് രാവണ, रावण का पुत्र. ഡോട്ടർ ഓഫ് മണ്ടോദരി, മണ്ടോദരി കി പുത്രി. അപ്പോൾ ഇംഗ്ലീഷിലെ ഓഫിന് പകരം മലയാളത്തിലെ ഇൻ്റെ ഉടേ, ഹിന്ദിയിലെ കാ കെ കി. അതുപോലെ ഇംഗ്ലീഷിൽ അപ്പോസ്ട്രഫി എന്ന് പറയുന്നൊരു പ്രയോഗമുണ്ടല്ലോ. രാമൻ്റെ എന്ന് പറയാൻ വേണ്ടി രാമ എന്നെഴുതി എ കഴിയുമ്പോൾ മുകളിലൊരു കോമായിട്ട് ഒരു എസ് ഇട്ടെഴുതുന്ന രാമാസ്, രാമൻ്റെ. സീതാസ്, സീതയുടെ. അതിന് അപ്പോസ്ട്രഫി എന്നാണ് ആ ഒരു പ്രയോഗത്തിന് പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷിലെ ഓഫ് കിട്ടുന്നതിനും ഇംഗ്ലീഷിലെ അപ്പോസ്ട്രഫി എന്ന ആ പ്രയോഗം കിട്ടുന്നതിനും ഹിന്ദിയിൽ ചേർക്കുന്ന 3 ചിഹ്നങ്ങളാണ് കാ കെ കി. ഒറ്റ എക്സാമ്പിൾ കൂടെ ഞാൻ പറയാം. രാജുവിൻ്റെ സ്കൂൾ, ദ സ്കൂൾ ഓഫ് രാജു, രാജു കാ സ്കൂൾ. അല്ലെങ്കിൽ രാജു സ്കൂൾ, രാജു കാ സ്കൂൾ. അപ്പോൾ ഇൻ്റെ ഉടേ എന്ന് അർത്ഥം കിട്ടാൻ ഹിന്ദിയിൽ ചേർക്കുന്ന ചിഹ്നങ്ങളാണ് കാ കെ കി. 3ൻ്റെയും അർത്ഥം ഇൻ്റെ ഉടേ. അപ്പോൾ ന്യായമായും ഒരു സംശയം വരും, എൻ്റെ പൊന്ന് സാറേ, ഈ 3ൻ്റെയും അർത്ഥം ഒന്നാണെങ്കിൽ പിന്നെ ഒരു കാ പോരെ, അല്ലെ ഒരു കെ പോരെ, അല്ലെങ്കിൽ ഒരു കീ പോരെ? ഒന്നാമതേ ഇതെല്ലാം കൂടെ ഞങ്ങൾക്ക് പ്രയാസമാണ്. അതിൻ്റെ കൂടെ ഈ ഒന്ന് വേണ്ടിയിടത്ത് ഈ 3 എണ്ണത്തിനിട്ട് കളിപ്പിക്കേണ്ട വല്ല കാര്യവുമുണ്ടോ സാറേ? ഉണ്ട്. ഹിന്ദിയിൽ ഇത്തരം പ്രയോഗങ്ങൾക്ക് ചില നിയമങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വലിയ വലിയ നിയമങ്ങളാണ്. അതൊക്കെ നമുക്ക് BA ഹിന്ദിയൊക്കെ എടുത്ത് പഠിക്കുമ്പോൾ ഒരുപാട് ആഴത്തിലൊക്കെ പഠിക്കാം. ഇപ്പം നമുക്ക് പ്രാക്ടിക്കൽ ഹിന്ദി, പ്രായോഗിക ഹിന്ദി കൈവശം വരുത്താനുള്ള ടെക്നിക്സാണ് നമ്മൾ കേൾക്കുന്നത്. കാ കെ കി ചേർക്കുന്നതിന് ഹിന്ദിയിൽ ചെറിയ ചില കാര്യങ്ങൾ. ഇൻ്റെ ഉടേ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബന്ധത്തെയാണല്ലോ സൂചിപ്പിക്കുന്നത്. രഘുവിൻ്റെ കാറ്, രഘുവും കാറും തമ്മിലുള്ള ബന്ധം. ഹരിയുടെ ഭാര്യ, ഹരിയും ഭാര്യയും തമ്മിലുള്ള ബന്ധം.
അപ്പം ഇൻ്റെ ഉടെ എന്ന പ്രയോഗം ബന്ധത്തെ, റിലേഷനെ സൂചിപ്പിക്കുന്നു. കാ കേ കീയും അത് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഹിന്ദിയിൽ ഈ കാ കേ കീ ചേർക്കുമ്പോൾ ചെറിയ ഒന്ന് രണ്ട് പൊടിക്കാര്യങ്ങൾ. ഏതും തമ്മിലാണോ നമ്മൾ ബന്ധം പറയുന്നത്, അല്ലെങ്കിൽ ഏതിൻ്റെ ബന്ധമാണോ ആദ്യത്തേതിനോട് പറയുന്നത്, അത് ആരാണെന്നൊന്ന് നോക്കണം. ഉദാഹരണം, രമണിയുടെ ഭർത്താവ്. അപ്പോൾ ഭർത്താവുമായിട്ടുള്ള രമണിയുടെ ആ ഒരു ബന്ധമാണ് ഇവിടെ വന്നത്. രാജുവിൻ്റെ സ്കൂള്, രാജുവും സ്കൂളും തമ്മിലുള്ള ബന്ധം. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇൻ്റെ ഉടെ എന്ന കാ കേ കീ ചേർക്കേണ്ടത് എന്തിൻ്റെ മുൻപിലാണോ അതിന് ശേഷം വരുന്നത് ആണാണോ, ആണുങ്ങളാണോ, പെണ്ണാണോ, പെണ്ണുങ്ങളാണോ എന്നൊന്ന് നോക്കണം. വളരെ സിമ്പിൾ. സാവിത്രിയുടെ കെട്ടിയോൻ ഭർത്താവ് ആണാണല്ലോ. സുഗുണൻ്റെ മകൾ പെണ്ണാണല്ലോ. രാജുവിൻ്റെ പെൺമക്കളാണല്ലോ. ഇങ്ങനെ ആ ഇൻ്റെ ഉടെ ചേർക്കേണ്ടത് എവിടെയാണോ അതിന് ശേഷം വരുന്നത് ആണാണെങ്കിൽ കാ എന്നു ചേർക്കണം, ആണുങ്ങളാണെങ്കിൽ കേ എന്നു ചേർക്കണം, പെണ്ണായാലും പെണ്ണുങ്ങളായാലും കീ എന്നു ചേർക്കണം. വെരി സിമ്പിൾ എക്സാമ്പിൾ. സ്കൂൾ കാ ലഡ്കാ, स्कूल के लड़के, स्कूल की लड़कियां, स्कूल की लड़की. സ്കൂൾ കാ ലഡ്ക ഒരാൺകുട്ടി, അപ്പോൾ അവിടെ സ്കൂൾ കാ ലഡ്ക എന്ന് ചേർത്തു. സ്കൂളിൻ്റെ ആൺകുട്ടികൾ സ്കൂൾ കേ ലഡ്കേ. സ്കൂളിൻ്റെ പെൺകുട്ടി സ്കൂൾ കീ ലഡ്കി. ലഡ്കിയാം പെൺകുട്ടികൾ വന്നപ്പോഴും സ്കൂൾ കീ ലഡ്കിയാം. ഒരു എക്സാമ്പിളും കൂടെ പറയാം. രഘുവിൻ്റെ മകൻ രഘു കാ ബേട്ട. രഘുവിൻ്റെ പുത്രന്മാർ രഘു കേ ബേട്ടേ. രഘുവിൻ്റെ പുത്രി രഘു കീ ബേട്ടി. രഘുവിൻ്റെ പുത്രിമാർ രഘു കീ ബേട്ടിയാ. അപ്പോൾ അതൊരു പാട്ട് പോലെ നമുക്ക് പഠിക്കാം. എങ്ങനെ പഠിക്കാം? ആണൊന്നേ ഉള്ളെങ്കിൽ കാ വരേണം, ആണുങ്ങളാണെങ്കിൽ കേ വരേണം, പെണ്ണിൻ്റെ ജാതിക്കു കീ മതിയേ, തുല്യമാണർത്ഥങ്ങൾ ഇൻ്റെ ഉടേ. ആണൊന്നേ ഉള്ളെങ്കിൽ കാ വരേണം, സ്കൂൾ കാ ലഡ്ക. ആണുങ്ങളാണെങ്കിൽ കേ വരേണം, സ്കൂൾ കേ ലഡ്കേ. പെണ്ണിൻ്റെ ജാതിക്കു കീ മതിയേ, സ്കൂൾ കീ ലഡ്കി, സ്കൂൾ കീ ലഡ്കിയാ. ഇവയുടെ എല്ലാം അർത്ഥം ഇൻ്റെ ഉടേ എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ 3-4 എക്സർസൈസ് തന്നോട്ടെ. സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന 8-നും 9-നും 10-നും സാധാരണ ചോദിക്കുന്ന ഒരു 5 എക്സർസൈസ് ഞാൻ അങ്ങോട്ട് പറഞ്ഞാൽ സമയം പോലെ അതൊന്ന് എഴുതി പൂർത്തിയാക്കാമോ? ബ്രാക്കറ്റിൽ കാ കേ കീ എന്നിടുക. എന്നിട്ട് ഇവ പൂരിപ്പിക്കാമോ എന്നൊന്ന് നോക്കണം. രജനി ഡാഷ് പതി ഡോക്ടർ ഹെ. രജനിയുടെ ഭർത്താവ് ഡോക്ടറാണ്. രജനിയുടെ ഭർത്താവ് ആണാണ്. ഭർത്താക്കന്മാരില്ല, ഒറ്റ ഒരുത്തനേ ഉള്ളൂ. അപ്പോൾ അവിടെ കാ വരണോ, കേ വരണോ, കീ വരണോ എന്ന് ആലോചിക്കുക. വിഭീഷൺ രാവൺ ഡാഷ് ഭായി ഹെ. വിഭീഷൺ രാവൺ ഡാഷ് ഭായി ഹെ. വിഭീഷണൻ രാവണൻ്റെ സഹോദരനാണ്. ഒരു സഹോദരൻ്റെ കാര്യമേ ഇവിടെ പറയുന്നുള്ളൂ. ആണാണ്. കാ വേണോ, കേ വേണോ, കീ വേണോ. 4 രാമു ഡാഷ് ബച്ചെ ക്രിക്കറ്റ് ഖേൽത്തെ ഹെ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച്, രാമു ബച്ചെ ക്രിക്കറ്റ് ഖേൽത്തെ ഹെ എന്ന് എഴുതി വെച്ചാൽ വല്ല അർത്ഥവും ആ സെൻറ്റൻസിലുണ്ടോ? രാമു ബച്ചെ ക്രിക്കറ്റ് ഖേൽത്തെ ഹെ.
അവിടെ രാമു ഡാഷ് ബച്ചേ ക്രിക്കറ്റ് ഖേൽത്തേ ഹേ എന്ന് വന്നാൽ ബച്ചേ ആൺകുട്ടികളാണ്, ആൺകുഞ്ഞുങ്ങളാണ്. അപ്പോൾ അവിടെ കാക്കേ കീയിൽ ശരിയായ കെ ചേർത്താലല്ലേ സെൻറ്റൻസ് പൂർണ്ണമാകൂ. ഇങ്ങനെ ഹിന്ദിയിൽ വാക്കുകളെ തമ്മിൽ ഘടിപ്പിച്ച്, വാക്കുകളെ തമ്മിൽ ബന്ധിപ്പിച്ച് അവയ്ക്ക് കൃത്യമായ അർത്ഥമുള്ള വാക്യ രൂപം നൽകുന്ന ഘടകങ്ങളാണ് കാരകചിഹ്നങ്ങൾ. 8 എണ്ണമുണ്ട്. ക, കെ, കി, കോ, മേ, പർ, സേ, നെ. അതിൻ്റെ തുടക്കക്കാരാണ് കാ, കെ, കി. ഇൻ്റെ ഉടേ എന്ന് എവിടെ പറയണമെങ്കിലും കായോ കേയോ കീയോ ചേർക്കാതെ പറ്റില്ല. 5ാമത്തെ എക്സർസൈസ്, അഹല്യ ഗൗതം ഡാഷ് പത്നി ഹെ. അഹല്യ ഗൗതമ മഹർഷിയുടെ ഭാര്യയാണ്. പത്നി കാ വേണോ കെ വേണോ കീ വേണോ എന്ന് ചേർക്കുക, ആലോചിച്ച് ചേർക്കുക. അപ്പോൾ ഇതാണ് ഹിന്ദിയിലെ കാ, കെ, കി. ഇൻ്റെ ഉടെ, ഇംഗ്ലീഷിലെ ഓഫ് അല്ലെങ്കിൽ അപ്പോസ്ട്രഫി പ്രയോഗം. ഈ രണ്ടും വേണ്ടിയെടുത്ത് ഹിന്ദിയിൽ കാ, കെ, കി ചേർക്കണം. ആണിൻ്റെ മുന്നിൽ കാ, ആണുങ്ങളുടെ മുന്നിൽ കെ, പെണ്ണിൻ്റെയും പെണ്ണുങ്ങളുടെയും മുമ്പിൽ കി. അപ്പോൾ ഒരു സംശയം ഞാൻ ചോദിച്ചോട്ടെ. സാറ് പറഞ്ഞതൊക്കെ ശരിയാണ്. ആണിൻ്റെ മുന്നിൽ കാ ചേർക്കാം, ആണുങ്ങളുടെ മുന്നിൽ കെ ചേർക്കാം, പെണ്ണുങ്ങളുടെ മുന്നിലും പെണ്ണിൻ്റെ മുന്നിലും കീ ചേർക്കാം. പക്ഷെ ജീവനുള്ളതാണെങ്കിൽ ഞങ്ങൾക്കിത് മനസ്സിലാവും. സീത എന്ന് പറഞ്ഞാൽ മനസ്സിലാകും, ഭാര്യ എന്ന് പറഞ്ഞാൽ മനസ്സിലാകും, ഭർത്താവ് എന്ന് പറഞ്ഞാൽ മനസ്സിലാകും. പശു പെണ്ണാണെന്നറിയാം, അതിന് മുന്നിൽ കീ ചേർക്കണമെന്നറിയാം. കാള ആണാണെന്നറിയാം, അപ്പോൾ രാജു കാ ബൈൽ എന്നാണ് പറയേണ്ടതെന്നറിയാം. രമണി കീ ഗായ് എന്നാണ് പറയേണ്ടതെന്നറിയാം. രാജു കീ ബെച്ചി എന്നാണ് പറയേണ്ടതെന്നറിയാം. സുമേഷ് കാ ബേട്ട എന്നാണ് പറയേണ്ടതെന്നറിയാം. അതൊക്കെ ജീവനുള്ളവയുടെ കേസ്. സാറേ, അപ്പോൾ രമണിയുടെ മാല കായാണോ കെ ആണോ ഈ ആണോ? രമണി ഡാഷ് മാല. രമണിമാല എന്ന് പറഞ്ഞാൽ പോരാല്ലോ, രമണിയുടെ മാല എന്ന് പറയണമല്ലോ. രമണി കാ മാല എന്ന് പറയുമോ, രമണി കെ മാല എന്ന് പറയുമോ, രമണി കീ മാല എന്ന് പറയുമോ? അറിയില്ല. ജീവനുള്ളവയുടെ ആൺ പെൺ വർഗം നമുക്ക് ഒറ്റ കേൾവിക്ക് തന്നെ അറിയാം, കാരണം നമുക്ക് അനുഭവ പരിചയമുണ്ട്. പക്ഷേ ജീവനില്ലാത്തവയുടെ ലിംഗം, സ്ത്രീലിംഗമാണോ ആ വാക്ക്, പുല്ലിംഗമാണോ ആ വാക്ക് എന്ന് നമ്മൾ എങ്ങനെ അറിയും? ഉത്തരം രമണി കീ മാല എന്നാണ്. എന്തിന്? നമ്മുടെ കയ്യിലിരിക്കുന്ന പുസ്തകം ആണാണോ പെണ്ണാണോ? ഹിന്ദിയിൽ പുസ്തകം പെൺ ശബ്ദമാണ്, സ്ത്രീലിംഗ ശബ്ദമാണ്. രഘുറാം കീ പുസ്തക്, ധർമ്മഘോഷ് കീ പുസ്തക് എന്നാണ് പറയുന്നത്. ഹിന്ദിയിൽ സ്ത്രീലിംഗ പദങ്ങൾ ഏതൊക്കെ, പുല്ലിംഗ പദങ്ങൾ ഏതൊക്കെ എന്നുള്ളതിന് വലിയ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളൊന്നും ഇപ്പോൾ 8ൻ്റെ 9ൻ്റെയും 10ൻ്റെയും തലയിലൊന്നും കൊള്ളത്തില്ല. അതൊക്കെ നമുക്ക് +2 ഒക്കെ കഴിഞ്ഞ് ഹിന്ദി ഇഷ്ട വിഷയമായിട്ട് എടുത്ത് ഡിഗ്രിക്കൊക്കെ ചേരുമ്പോൾ ആഴത്തിൽ പഠിക്കാം. ഇപ്പം നമുക്ക് ജീവനില്ലാത്തവയിൽ ഏതൊക്കെ സ്ത്രീലിംഗ ശബ്ദങ്ങളെന്ന് കണ്ടെത്തണം. സ്ത്രീലിംഗ ശബ്ദമല്ലാത്തത് പിന്നെ പുല്ലിംഗ ശബ്ദമാണല്ലോ. അപ്പോൾ സ്ത്രീലിംഗ ശബ്ദങ്ങൾ കണ്ടെത്താൻ എന്താണ് പോംവഴി? ഒറ്റ പോംവഴിയേ ഉള്ളൂ. 8ലെയും 9ലെയും 10ലെയും സുഹൃത്തുക്കൾ അവരവരുടെ പാഠപുസ്തകം തന്നെ എടുക്കുക, വായിക്കുക. കയ്യിലൊരു പേന ഉണ്ടാവണം, അടുത്തൊരു കടലാസ് ഉണ്ടാവണം. കീ എന്ന കാരകചിഹ്നം വന്ന് കാണുന്നതിന് ശേഷമുള്ള വാക്കുകൾ സ്ത്രീലിംഗ ശബ്ദങ്ങൾ എന്ന് ഹെഡിങ് എഴുതി അങ്ങോട്ട് എഴുതുക. മനസ്സിലായില്ലേ? പാഠപുസ്തകം ഓരോ പാരഗ്രാഫ് വായിക്കുമ്പോൾ കീ എന്ന കാരകചിഹ്നം വന്നതിന് ശേഷം വന്ന വാക്കുകൾ എന്തായിരിക്കും? പെൺ ശബ്ദങ്ങളായിരിക്കും, സ്ത്രീലിംഗ പദങ്ങളായിരിക്കും. അപ്പോൾ സ്ത്രീലിംഗ ശബ്ദം എന്നൊരു ഹെഡിങ് എഴുതി ആ വാക്കുകൾ അങ്ങോട്ട് എഴുതുക. അതാ ഞാനിപ്പോൾ എളുപ്പത്തിൽ പറയാം. 8ാം ക്ലാസ്സുകാരൻ അക്ബറിൻ്റെ ആ പാഠം എടുത്തൊന്ന് വായിച്ചേ. 1ാമത്തെ പേജിൽ തന്നെ കിടക്കുന്നു. രാജ്യ കീ ആധി ജനത, രാജ്യ കീ ആധി ജനത, രാജ്യത്തെ പകുതി ആൾക്കാരും പകുതി ജനങ്ങളും. അപ്പോൾ ജനത എന്ന വാക്ക് കീ ജനത എന്ന് വന്നതുകൊണ്ട് ജനത സ്ത്രീലിംഗ ശബ്ദമാണ്. അപ്പോൾ സ്ത്രീലിംഗ ശബ്ദത്തിന് ഹെഡിങ്ങിന് താഴെ എഴുതാം ജനത. അവിടെ തന്നെ തൊട്ടടുത്ത പേജിലുണ്ട്
ഗരീബ് ആദ്മി കി ആംദനി, ആംദനി ഇൻകം, വരുമാനം. അപ്പൊ ഹിന്ദിയിലെ ഇൻകത്തിനുള്ള ആംദനി എന്ന് പറയുന്ന വാക്ക് കി ആംദനി ആയതുകൊണ്ട് അതും ഒരു സ്ത്രീലിംഗ പദമാണ്. ഇങ്ങനെ കൊട്ടക്കണക്കിന് സ്ത്രീലിംഗ പദം 8ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ നിന്ന് കണ്ടെത്താം. 7ലെ പുസ്തകം ഇരിപ്പുണ്ടെങ്കിൽ അതിനകത്തു നിന്നും കണ്ടെത്താം. അങ്ങനെ ഒരു 100-200 വാക്കുകൾ കയ്യിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഹിന്ദിയിലെ കുറേ സ്ത്രീലിംഗ പദങ്ങൾ സ്ഥിരമായിട്ട് അങ്ങ് കസ്റ്റഡിയിലാവും. 9ാം ക്ലാസ്സുകാരനാണെങ്കിലോ നമ്മുടെ TV പടക്കഥ തന്നെ ഒന്ന് എടുത്തേ. ഉഠാനേക്ക് കോശിഷ്, ഉഠാനേക്ക് കോശിഷ്, ഫസ്റ്റ് പാരഗ്രാഫിൽ കിടക്കുക. ഉയർത്തുന്നതിനുള്ള ശ്രമം, കീ കോശിഷ്, എഫേർട്ട്. അപ്പോൾ ആ കോശിഷ് എന്ന വാക്ക് ഹിന്ദിയിലെ സ്ത്രീലിംഗ പദമാണ്. പഹാഡ് കി പകടണ്ടി, 3 പിള്ളേരും കൂടെ മറ്റേ TV കാണാൻ പോയ ആ പോക്ക്. പഹാഡ് കി പകടണ്ടി, ഈ മലയിൽ കൂടി കുന്നിൽ കൂടി. പകടണ്ടി എന്ന് പറഞ്ഞാൽ എന്താണ് പറയുന്നത്? വഴിത്താരയാണ്. ഈ ആൾക്കാർ നടന്ന് തെളിയുന്ന വഴിക്കാണ് പകടണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ കീ പകടണ്ടി, അപ്പോൾ വഴിത്താര എന്ന ഹിന്ദി വാക്ക് സ്ത്രീലിംഗ പദമാണെന്ന് എഴുതാം. 10കാർക്കാണെങ്കിലോ നമ്മുടെ ബീർ ബഹൂട്ടി ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ ഉണ്ട്. മേഘോം കി ഛായ, മേഘോം കി ഛായ, മേഘത്തിൻ്റെ ആ നിഴൽ, ആ തണൽ. അപ്പോൾ ഛായ എന്ന വാക്ക് ഹിന്ദിയിൽ സ്ത്രീലിംഗ ശബ്ദമാണ്. പാനി കി ബൂന്തേം, പാനി കി ബൂന്തേം, ബൂന്തേം ഡ്രോപ്സ്, തുള്ളികൾ. കീ ബൂന്തേം, അപ്പോൾ തുള്ളികൾ എന്നുള്ള തുള്ളി എന്ന വാക്കും സ്ത്രീലിംഗ പദമാണെന്ന് കാണാം. ഇങ്ങനെ സ്ത്രീലിംഗ പദത്തിന് അപ്പോൾ 8കാർക്ക് 7ലെ പുസ്തകവും കൂടെ നോക്കാം, 9കാർക്ക് 7, 8, 9 കൂടെ നോക്കാം, 10കാർക്ക് 7, 8, 9, 10 കൂടെ നോക്കാം. അങ്ങനെ വന്നു കഴിയുമ്പോഴേക്ക് 10ാം ക്ലാസ്സിലെ ആ SSLC പരീക്ഷ എന്ന് പറയുന്ന മെയിൻ സംഭവ സ്ഥലത്തോട്ട് എത്തുമ്പോഴേക്കും ഹിന്ദിയിലെ ഒട്ടുമിക്ക സ്ത്രീലിംഗ പദങ്ങളും നിങ്ങൾക്ക് ഹൃദിസ്ഥമാകും. ബാക്കിയുള്ളവയെ പുല്ലിംഗ പദങ്ങളായി മനസ്സിലാക്കി നിങ്ങൾക്ക് മുൻപോട്ട് പോകാനും സാധിക്കും. അപ്പം ഞാൻ ഇന്നത്തെ കാര്യം പറഞ്ഞ് നിർത്തുകയാണ്. കാ കെ കി എന്നത് പഠിക്കുന്നത് 3 മാർക്കിൻ്റെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സിന് വേണ്ടി മാത്രമല്ല, ഒന്നാന്തരമായി ഹിന്ദി പറയാനും എഴുതാനും കൂടി വേണ്ടിയാണ്. ഹിന്ദി ഭാരത് കി രാഷ്ട്രഭാഷ ഹൈ, ഏകതാ കി ഭാഷ ഹൈ, भारत के अधिकांश लोग हिंदी कहते हैं. ഹിന്ദി കാ ക്ഷേത്ര, ക്ഷേത്ര എന്ന് ഹിന്ദി പറഞ്ഞാൽ ഏരിയ, മണ്ഡലം എന്നാണ് അർത്ഥം. हिंदी का क्षेत्र विशाल है. हिंदी सीखना हर एक भारतीय का धर्म है. അപ്പം ഇങ്ങനെ അങ്ങോട്ട് ഹിന്ദി പറയണമെങ്കിൽ എഴുതണമെങ്കിൽ हिंदी भारत की राष्ट्रभाषा है, एकता की भाषा है. भारत के अधिकांश लोग हिंदी कहते हैं. हिंदी का क्षेत्र विशाल है और हिंदी सीखना हर एक भारतीय का धर्म है. का के की, ഇവനെ ഇട്ട് സുന്ദരമായിട്ട് നീ കളിക്കാൻ ഈ നിയമങ്ങൾ മാത്രം ഓർത്തിരിക്കുക. ഏതാണ്? ആണൊന്നേ ഉള്ളെങ്കിൽ കാ വരേണം, ആണുങ്ങളാണെങ്കിൽ കേ വരേണം. പെണ്ണിൻ്റെ ജാതിക്ക് കീമതിയേ, തുല്യമാണർത്ഥങ്ങൾ ഇൻ്റെ ഉടേ. രാജു കാ ബേട്ട, രാജു കെ ബേട്ടെ, രാജു കി ബേട്ടി, രാജു കി ബേട്ടിയാം. ഒന്നാന്തരം ഹിന്ദിയുടെ ഉടമസ്ഥരാകട്ടെ. കാക്കേക്കോ മെമ്പർ സേനെ കാരക ചിഹ്നം 8 എണ്ണം. ഇതിൽ 3 എണ്ണമേ ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ. കാക്കേക്കി. ഇനി നമുക്ക് കോ, മേ, പർ, സേ, നെ എന്ന 5 പുള്ളികൾ കൂടി കിടക്കുന്നു. ഈ 8 പുള്ളികളില്ലാതെ ഹിന്ദിയില്ല. കാക്കേക്കിയുടെ പ്രാധാന്യം മനസ്സിലായല്ലോ. റിലേഷൻ, ബന്ധം. കാക്കേക്കി. ഹിന്ദി സുന്ദരമായി കൈകളിലെത്തട്ടെ. ഓൾ ദ ബെസ്റ്റ്.